ഹായ് ഹലോ. ആടുജീവിതം. ബ്ലസ്സി എന്ന സംവിധായകന്റെ ആടുജീവിതം, പൃഥ്വിരാജ് എന്ന നടന്റെ ആടുജീവിതം, ബെന്യാമിൻ എന്ന റൈറ്ററുടെ ആടുജീവിതം, എ.ആർ. റഹ്മാൻ എന്ന മ്യൂസിക് ഡയറക്ടറുടെ ആടുജീവിതം, റസൂൽ പൂക്കുട്ടി എന്ന സൗണ്ട് ഡിസൈനറുടെ ആടുജീവിതം, കെ.എസ്. സുനിൽ എന്ന സിനിമാറ്റോഗ്രാഫറുടെ ആടുജീവിതം, എ ശ്രീകാർ പ്രസാദ് എന്ന എഡിറ്ററുടെ ആടുജീവിതം. അങ്ങനെ ചുരുക്കത്തിൽ പറയുവാണെങ്കിൽ ഈ പടത്തിന് വേണ്ടി വർക്ക് ചെയ്ത എല്ലാവർക്കും ഇതൊരു പ്രൗഡ് മൊമെന്റ് തന്നെയാണ്. ഗംഭീര പടം എന്ന് പറഞ്ഞാൽ ഗംഭീര പടം. ഇതിലെല്ലാം ഉപരി നജീം എന്ന മനുഷ്യന്റെ ദുരിതങ്ങളുടെയും സഹനങ്ങളുടെയും ജീവിതത്തിന്റെയും കഥയാണിത്. നമുക്കറിയാം ഈ കഥ എന്താണെന്ന് ആടുജീവിതം വായിച്ചവർക്കും വായിക്കാത്തവർക്കും എല്ലാം അറിയാം. ഇതുപോലെ മരുഭൂമിയിൽ ഒരു ഒട്ടകത്തെ മേയ്ക്കുന്ന ഒരു സ്ഥലത്ത് അകപ്പെട്ടു പോയ, അല്ലെങ്കിൽ അവിടെ ബന്ദിയാക്കപ്പെട്ട, അടിമയാക്കപ്പെട്ട ഒരു മനുഷ്യന്റെ സർവൈവലിന്റെ ഒരു കഥയാണ്. ഒരു സർവൈവൽ ത്രില്ലർ എന്നുള്ള ഒരു ജോണറിൽ തന്നെയാണ് ഈ പടം ബിൽഡ് ചെയ്തേക്കുന്നത്. പൃഥ്വിരാജ് എന്ന താരത്തെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റത്തില്ല. ആദ്യം പടം തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ പൃഥ്വിരാജ് എന്ന നടനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. നജീബ് ഇനി പൃഥ്വിരാജിലേക്ക് റീപ്ലേസ്ഡ് ആയെന്ന് വേണേൽ പറയാം. അതുപോലെ അത്രയും ഗംഭീരമായിട്ട് പൃഥ്വിരാജ് അഭിനയിക്കുമല്ല, ആക്ച്വലി പുള്ളി ജീവിക്കുമായിരുന്നു. പുള്ളിയുടെ ഡെഡിക്കേഷനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ, അതായത് പുള്ളി 30 കിലോ കുറച്ച് 30 കിലോ കൂട്ടി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും അത് എത്രത്തോളം ഡെപ്തുകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇടയ്ക്ക് വന്ന് 1-2 ഫോട്ടോസും കാര്യങ്ങളും വെച്ചുകൊണ്ടുള്ള ഒരു ചർച്ചകൾ മാത്രമേ ഇതേവരെ നടന്നിട്ടുള്ളൂ. കാര്യം പക്ഷെ അത് പുള്ളി എത്രത്തോളം അതിനുവേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്, പുള്ളി എത്രത്തോളം പുള്ളിയുടെ ശരീരത്തെ എത്രത്തോളം ഉപദ്രവിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ഈ പടം കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ. അത് അത്ര എക്സ്ട്രീം ആയിട്ട് കാണിക്കുന്നുണ്ട് ഈ പടത്തിൽ. പൃഥ്വിരാജ് എന്നൊരു ആക്ടറെ എത്ര പുകഴ്ത്തിയാലും നമുക്ക് മതിയാവില്ല. അത്ര ഗംഭീരമായിട്ടാണ് പുള്ളി ഇതിൻ്റെ അകത്ത് ചെയ്തു വെച്ചിരിക്കുന്നത്. ആക്ച്വലി പൃഥ്വിരാജ് എന്ന ക്യാരക്ടർ, അതായത് നജീബിന്റെ നമ്മളിപ്പോ പടത്തിന്റെ സെക്കൻഡ് ഹാഫിലോട്ടൊക്കെ വരുമ്പോൾ ആ ഒരു വോയിസ് മോഡുലേഷന് വരുന്ന വ്യത്യാസമുണ്ട്. പുള്ളി എത്രത്തോളം വീക്കായി കഴിയുമ്പോൾ പുള്ളിയുടെ വോയിസ് മോഡുലേഷന് വരുന്ന വ്യത്യാസമുണ്ട്. ഇത് സിങ് സൗണ്ടിലാണ് ഈ പടം വർക്ക് ചെയ്തേക്കുന്നത്. ആ സമയത്ത് അത്രയും ഒരു മോഡുലേഷൻ കൊടുത്തിട്ട് ആ ഒരു ഡയലോഗ് ഡെലിവറിയും കാര്യങ്ങളും ചെയ്തിരിക്കുന്നതൊക്കെ എങ്ങനെ ചിന്തിച്ചാലും ഇതൊരു ആക്ടർ എന്നുള്ള ഒരു രീതിയിൽ പൃഥ്വിരാജിന്റെ ഒരു എവല്യൂഷനാണ്. പൃഥ്വിരാജ് എന്നുള്ള ആക്ടറെ നമുക്ക് ശരിക്കും കാണിച്ചു തരുന്ന കുറച്ച് സീക്വൻസസ് ഉണ്ട്. പുള്ളിയുടെ സങ്കടവും സന്തോഷവും എല്ലാം കാണിക്കുന്ന കുറെ സീക്വൻസസ് ഉണ്ട് ഈ പടത്തിൽ. ശരിക്കും പറഞ്ഞാൽ അവിടുന്ന് ഓടിപ്പോകുന്ന ഒരു സീക്വൻസിൽ ആ ഒരു ഹോപ്പ് പുള്ളിയുടെ ഓട്ടത്തിൽ മുഖത്ത് കാണാം. അത്രയും ടയർഡായിട്ട് നിൽക്കുമ്പോഴും ആ മുഖത്ത് ആ ഒരു ചെറിയ ചിരിയൊക്കെ കാണിക്കുന്നുണ്ട്. അതിലുണ്ട് എല്ലാം. ആ രീതിയിലുള്ള പെർഫോമൻസ് ആണ് പൃഥ്വിരാജ് ശരിക്കും ഇതിൻ്റെ അകത്ത് കാഴ്ചവെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ബ്ലസ്സി എന്ന ഡയറക്ടർ 2013 കളിമൺ എന്ന ചിത്രത്തിന് ശേഷം പുള്ളിയുടെ ഒരു പടം ഇറങ്ങുന്നത് ഈ 11 കൊല്ലം കഴിഞ്ഞിട്ട് 2024 ഒരു 10 കൊല്ലമായിട്ട് ഒരു പടത്തിന് വേണ്ടി ഇത്രയും ഡെഡിക്കേറ്റ്ലി, അല്ലെങ്കിൽ അതിനു മുന്നേ അതിന്റെ ഡിസ്കഷൻസ് തുടങ്ങിയിരുന്നു. അവർ പ്ലാൻ ചെയ്ത ടൈമിൽ നിന്ന് ഈ ഒരു പ്രാക്ടിക്കൽ ആവാൻ വേണ്ടി ഒരു 16 കൊല്ലത്തെ ഗ്യാപ്പ് ഉണ്ടെന്നുള്ള രീതിയിലാണ് പറയപ്പെടുന്നത്. ഒരു പടത്തിന് വേണ്ടി ഒരു ഡയറക്ടർ ഇത്രത്തോളം സമയം സ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇത്രത്തോളം ഗ്യാപ്പ് എടുക്കുക എന്ന് പറഞ്ഞാൽ, അതിന്റെ സ്ക്രിപ്റ്റിംഗിൽ പുള്ളി അത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് അത് ചെയ്തു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് പടത്തിൽ കാണാൻ പറ്റും. അതായത് ഓരോ ഫ്രെയിമും കറക്റ്റ് പ്ലാൻ ചെയ്തെടുത്തതിന്റെ ഒരു പെർഫെക്ഷൻ കാണാനുണ്ട്. അത്ര ഗംഭീരമായിട്ടാണ് ഈ പടം. ഓക്കെ, ഇതിൻ്റെ അകത്ത് പറയുവാണെങ്കിൽ പിന്നെ എല്ലാം പറയണം. അതായത് എ.ആർ. റഹ്മാൻ എന്ന ഒരു മ്യൂസിക് ഡയറക്ടർ ഇതിൻ്റെ അകത്ത് വന്നില്ലായിരുന്നുണ്ടെങ്കിൽ ഈ പടം ഇത്രത്തോളം എഫക്റ്റീവ് ആകുമെന്ന് നമുക്ക് സംശയമുണ്ട്. കാര്യം അത് എ.ആർ. റഹ്മാൻ എന്നുള്ളൊരു മ്യൂസിക് ഡയറക്ടറെ തന്നെ ഡിമാൻഡ് ചെയ്യുന്ന ഒരു പടമാണ്. ആ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ തിയേറ്ററിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതായത് ഭയങ്കര സ്മൂത്ത് ആയിട്ട് പോകുന്ന ഒരു മ്യൂസിക്കും ബിജിഎമ്മും കാര്യങ്ങളും, പിന്നെ ഇതിൻ്റെ അകത്തെ പാട്ടുകളാണെങ്കിൽ തന്നെ നല്ല കറക്റ്റ് ആയിട്ട്, നല്ല രസമായിട്ട്, ഭയങ്കര ബ്ലെൻഡ് ആയിട്ടാണ് പോകുന്നത്. എ.ആർ. റഹ്മാന് പകരം മറ്റൊരു മ്യൂസിക് ഡയറക്ടറെ നമുക്ക് ഇതിലേക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പരിപാടിയാണ് പുള്ളി ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന റസൂൽ പൂക്കുട്ടി, അതും പറയേണ്ട കാര്യമില്ല. ഇവരൊക്കെ എത്രത്തോളം വാല്യുബിൾ ആണെന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ഓസ്കാർ വിന്നറാണ്. സൗണ്ടിലെ മാജിക് നമുക്ക് കേൾക്കാൻ പറ്റും, നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും തിയേറ്ററിൽ. ആക്ച്വലി ഈ ഡെസേർട്ട് സ്റ്റോമിന്റെ സമയത്തും, പിന്നെ അങ്ങനെ ഈ ആലിപ്പഴം വീഴുന്ന പോലത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ഈ മൃഗങ്ങളുടെ, ആടിന്റെയും ഒട്ടകത്തിന്റെയും ഒക്കെ സൗണ്ട്സ്, ഇതിലൊക്കെ അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു സൗണ്ട് ഡിസൈനർ വന്നതിന്റെ ഒരു പെർഫെക്ഷൻ നമുക്ക് കാണാൻ പറ്റും. സുനിൽ കെ.എസ്. എന്ന സിനിമാറ്റോഗ്രാഫറെ കുറിച്ച് നമുക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റത്തില്ല. ആക്ച്വലി ഈ പടത്തിന്റെ ഓരോ ഷോട്ടും ഓരോ ഫ്രെയിമും വളരെ ഗംഭീരമായിട്ടാണ് പുള്ളി ചെയ്തു വെച്ചിരിക്കുന്നത്. അതിന് നൈറ്റ് ഷോട്ട്സ് ആണെങ്കിലും ഡേ ഷോട്ട്സ് ആണെങ്കിലും ആ ഡെസേർട്ടിന്റെ ഭീകരത എല്ലാം കറക്റ്റ് നമ്മളിലേക്ക് അത് ഭയങ്കര കൺവിൻസിംഗ് ആയിട്ടാണ് പുള്ളി അത് വർക്ക്ഔട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ കാര്യം നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ആകെ 1-2 പടങ്ങളെ എനിക്ക് എന്റെ അറിവിൽ പുള്ളി ഉള്ളൂ. കമ്മാരസംഭവം തീർപ്പ്, ഇങ്ങനെ 2 പടങ്ങളെ പുള്ളി ചെയ്തിട്ടുള്ളതായിട്ടാണ് എന്റെ ഒരു അറിവ്. വേറെ ഒന്നും ഞാൻ പുള്ളിയുടെ ഫിലിമോഗ്രഫിയിൽ കണ്ടിട്ടില്ല. അത് രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ട വർക്കുകൾ തന്നെയായിരുന്നു. അതിനോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന വളരെ വളരെ പ്യുവർ ആയിട്ടുള്ള ഒരു വർക്കാണിത്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു മെയിൻ പില്ലറായിട്ട് നിൽക്കുന്ന ഒരാളാണ് രഞ്ജിത്ത് അമ്പാടി എന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ്. പൃഥ്വിരാജിനെ നമ്മളിപ്പോൾ ഈ കാണുന്ന അത്രയും ഭീകരമായിട്ടുള്ള ലുക്കിലേക്ക് കൊണ്ട് മാറ്റിയിരിക്കുന്നത് പുള്ളിയാണ്. അതുപോലെ തന്നെ ഈ പടത്തിൽ അഭിനയിച്ചിട്ടുള്ള ബാക്കി ഇപ്പോൾ കോ ആക്ടേഴ്സ് ആയിട്ടുള്ളവരാണേലും ബാക്കി എല്ലാ ലീഡ് റോളിലുള്ളവരാണേലും എല്ലാവരും ഭയങ്കര അടിപൊളിയായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. നജീബിന്റെ കൂടെ തന്നെ ട്രാവൽ ചെയ്യുന്ന ഹക്കീം എന്നുള്ള ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ഗോകുൽ എന്നുള്ള ഒരു ആക്ടറാണ്. അദ്ദേഹത്തിന്റെ ഒരു ഗംഭീര പെർഫോമൻസ് തന്നെ കാണാം. കാര്യം ഇവർ ഈ അകപ്പെട്ട് കിടക്കുന്നിടത്തുനിന്ന് തിരിച്ചുള്ള ഒരു സർവൈവൽ ജേണി ഉണ്ട്. ആ സമയത്തൊക്കെ പുള്ളിയുടെ ഭയങ്കര
രസമായിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെ നമുക്ക് കാണാൻ പറ്റും. ചിത്രത്തിൽ അമല പോളിന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ സൈനു എന്നാണ് ക്യാരക്ടറിന്റെ പേര്. നജീബിന്റെ വൈഫായിട്ടുള്ള ക്യാരക്ടറാണ്. സ്ക്രീൻ സ്പേസ് കുറവാണെങ്കിലും ഉള്ളത് വളരെ വൃത്തിയായിട്ട് വളരെ നീറ്റായിട്ട് തന്നെ അമല ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് വേറെ കുറച്ച് ആക്ടേഴ്സ് ഉണ്ട്. എസ്പെഷ്യലി ആ ഡെസേർട്ടിൽ വരുന്ന ഈ അറബികളായിട്ടുള്ളവര്, അവരുടെയൊക്കെ ആക്ടിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ആക്ടിംഗ് ആണ്. നമുക്ക് തന്നെ ഒരെണ്ണം വെച്ച് കൊടുക്കാൻ തോന്നും. ആ രീതിയിലുള്ള പെർഫോമൻസ് ആണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ പടം എന്താണെന്ന്, ഈ കഥ എന്താണെന്ന് ആക്ച്വലി നമുക്ക് പലർക്കും അറിയാം, അല്ലെങ്കിൽ ഒരുമാതിരി എല്ലാവർക്കും അറിയാം. ആടുജീവിതം വായിച്ചവർക്കും വായിക്കാത്തവർക്കും എല്ലാം അറിയാം. പക്ഷെ ഇത് തിയേറ്ററിൽ ഇത് ഇങ്ങനെ വരുമെന്നുള്ള ഒരു കൺഫ്യൂഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ, അതായത് നോവലിനോട് എത്രത്തോളം ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നു, ആ ലൈഫ് നമുക്ക് എത്രത്തോളം കണക്ട് ആവും എന്നുള്ള കാര്യത്തിലൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇത് മസ്റ്റ് തിയേറ്റർ വാച്ചാണ്. കാര്യം അത് തിയേറ്ററിൽ പോയി കണ്ടാലേ അത് ആ ഒരു ഫീല് കിട്ടത്തുള്ളൂ. പൃഥ്വിരാജ് എന്നുള്ള ഒരു ആക്ടറിന് നമ്മൾ എണീറ്റ് നിന്ന് കൈയടിക്കേണ്ടി വരും. തിയേറ്ററിലാണെങ്കിൽ തന്നെ ഒരു ഡയറക്ടറുടെ പേര് എഴുതി കാണിക്കുമ്പോൾ ആദ്യമാണെങ്കിലും അവസാനമാണെങ്കിലും കയ്യടി കേൾക്കുന്നതൊക്കെ വളരെ റെയറായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അത് ഞാൻ ഈ പടത്തിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പൃഥ്വിരാജിന്റെ ഒരു ക്ലോസ് ഷോട്ട് ഉണ്ട് ഇതിൻ്റെ അകത്ത്, കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു ഷോട്ട്. അപ്പൊ അതിൻ്റെ അകത്ത് പുള്ളിയുടെ നിസ്സഹായാവസ്ഥയും കാര്യങ്ങളും എല്ലാം പറഞ്ഞ് പുള്ളിയുടെ വിഷമങ്ങളും ഒക്കെ ഇങ്ങനെ ഇരുന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ആ സമയത്ത് തിയേറ്ററിൽ കയ്യടി. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യുന്ന, ഒരു ആക്ടർ പെർഫോം ചെയ്യുന്നതിന് തിയേറ്ററിൽ ക്ലാപ്സ്. അത് വേറെ മാസ് പരിപാടികളോ മസാല പരിപാടികളോ അങ്ങനത്തെ ഒന്നുമല്ല, അല്ലെങ്കിൽ പഞ്ച് ഡയലോഗ് പറഞ്ഞതിനോ ഒന്നുമല്ല. ഒരു ആക്ടർ ചുമ്മാ ഒരു മരുഭൂമിയിൽ ഇരുന്ന് പെർഫോം ചെയ്യുക, പുള്ളിയുടെ അവസ്ഥ പെർഫോം ചെയ്യുക, അതിന് തിയേറ്ററിൽ കയ്യടി. അതുകൊണ്ടൊക്കെയാണ് പറഞ്ഞത് ശരിക്കും ഒരു തിയേറ്ററിൽ തന്നെ കാണേണ്ട മസ്റ്റ് വാച്ച് മൂവിയാണ്. അല്പം വിഷമത്തോടെ സങ്കടത്തോടെ അല്ലാതെ നജീബിന്റെ കഥ നമുക്ക് കണ്ടു തീർക്കാൻ പറ്റത്തില്ല തിയേറ്ററിൽ. പുള്ളി അനുഭവിച്ച കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും മരണത്തിന്റെ വക്കിൽ നിന്ന് തിരിച്ചു കയറി വന്നതും ഒക്കെ നമുക്കത് തിയേറ്ററിൽ തന്നെ കണ്ട് അനുഭവിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ആ ഒരു വെതർ കണ്ടീഷനും കാര്യങ്ങളും എല്ലാം നോക്കി അതിനനുസരിച്ച് ചാർട്ട് ചെയ്ത് ഇത്രയും കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്ത് എങ്ങനെയും ഒക്കെ എടുത്ത് തീർക്കാതെ അത് ഓരോ ഷോട്ടിലും അതിന്റെ പെർഫെക്ഷൻ നമുക്ക്, അതാ ഞാൻ ആദ്യം പറഞ്ഞു, ഓരോ ഷോട്ടിലും നമുക്ക് അതിന്റെ പെർഫെക്ഷൻ കാണാൻ പറ്റും. അത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് അവരത് സ്റ്റഡി ചെയ്ത് റിസർച്ച് ചെയ്ത് ഇത്രയും ഗംഭീരമായിട്ട് എടുത്തു വെച്ച ബ്ലെസ് ചെയ്യുന്ന ഡയറക്ടർക്ക് തന്നെയാണ് ഇതിന്റെ കയ്യടി മുഴുവൻ കൊടുക്കേണ്ടത്. ഒരു മലയാളി എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ ഒരു സിനിമ ആസ്വാദകൻ എന്നുള്ള നിലയിലോ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിലോ ഏത് നിലയിലായാലും നമ്മൾ ഈ ഒരു പടം കണ്ടിരിക്കേണ്ടതാണ്. പൃഥ്വിരാജ് എന്ന നടനിലൂടെ, ബ്ലസ്സി എന്ന സംവിധായകനിലൂടെ, ബെന്യാമിൻ എന്ന എഴുത്തുകാരനിലൂടെ നജീബ് എന്നൊരു സാധാരണക്കാരനെ ലോകം അറിയാൻ പോവുകയാണ്. എന്തായിരുന്നു എന്നുള്ളത് ലോകം ശരിക്കും കാണാൻ പോവുകയാണ്, കണ്ടറിയാൻ പോവുകയാണ്. അതാണ് ഈ സിനിമ. ഇതൊരു വിഷ്വൽ സൗണ്ട് ട്രീറ്റ്മെന്റ് ആണ് ഈ പടം. നിങ്ങൾ പടം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്